السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? മത്ലൂബുൽ മുത്തർജിം എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു അല്ലേ. ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പരസ്യമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പരസ്യം കണ്ടുകൊണ്ട് റിളുവാൻ അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ അയച്ചു കൊടുക്കുന്നുണ്ട്, ആ ഒരു കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരതിന് അയക്കുന്ന ഒരു റിപ്ലൈ ഉണ്ട്, മറുപടിയും കൂടെ അല്ലേ. അവരയക്കുന്നൊരു മറുപടി ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ഒരു മറുപടി അയച്ചിട്ടുണ്ടായിരുന്നത്. അവർ ബരീദുൽ ഇലക്ട്രോണി അല്ലെ ഇമെയിൽ ആയിക്കൊണ്ടായിരുന്നു റിളുവാൻ അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ അയച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു കമ്പനിയിൽ നിന്നുള്ള ആ ഒരു മറുപടി അവർ അയക്കുന്നതും. പിന്നെ നമ്മളതിന് ശേഷം നിങ്ങളുടെ HMന് നിങ്ങളുടെ ഹെഡ് മാസ്റ്റർക്ക് അയച്ചു കൊടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു ബയോഡേറ്റ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻഷാ അല്ലാ ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഭാഗം നോക്കാം. നോക്കൂ, കെമിസ എന്നാണ് അല്ലേ. എന്താണ് കെമിസ എന്ന് പറഞ്ഞാൽ എത്രയാണ് സമയം എന്നാണ്. മത എത്രയാണ് സമയം എന്നാണ്. അപ്പം നമുക്കവിടെ ഒരു ഹുനാക്ക എന്താണ് അവിടെ ഉള്ളത്? ഹുനാക്ക സാഅത്തുൻ അല്ലേ. അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. നമുക്കവിടെ ഹുനാക്ക തൂജദു സാ അവിടെ ഒരു ക്ലോക്ക് കാണുന്നുണ്ട്. മഷക്കുൽ ഹാദി സാ എന്താണ് ഈ ക്ലോക്കിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്? ദാഇറത്താണ് അല്ലേ. ഒരു റൗണ്ടിലുള്ളൊരു ക്ലോക്കാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ആ ക്ലോക്കിൽ നമുക്ക് 2 സൂചി കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് അതിന് നമ്മൾ അറബിയിൽ പറയുക? അഖറബ് എന്നാണ് പറയുക. മത അഖറബ് എന്നാണ് പറയുക. അപ്പം നമുക്ക് ഈ ക്ലോക്കിൽ 2 സൂചി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരു അഖറബൻ കെബീർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു അഖറബൻ സ്വായിർ ഉണ്ട്. ഒരു വലിയ സൂചിയും അതുപോലെ തന്നെ ചെറിയ സൂചിയും. ഈ ചെറിയ സൂചി ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് സാഅത്തിനെയാണ്, മണിക്കൂറിനെയാണ് സൂചിപ്പിക്കുന്നത്. വലിയ സൂചിയോ അഖറബൻ കെബീർ അല്ലേ, ആ ഒരു വലിയ സൂചി അത് നമുക്ക് ദഖീഖത്തിനെ, മിനിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ സൂചി നമുക്ക് മണിക്കൂറും അതുപോലെ തന്നെ വലിയ സൂചി മിനിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ക്ലോക്കിൽ നോക്കൂ, ആ ചെറിയ സൂചി എവിടെയാണ് നിൽക്കുന്നത്? 10ലാണ് നിൽക്കുന്നത് അല്ലേ. 10ലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വലിയ സൂചി 12ലാണ് നിൽക്കുന്നത്. സമയമൊക്കെ നോക്കാൻ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എത്ര മണിയാണ് എന്ന് പറയാൻ പറ്റും? 10 മണിയാണ് എന്ന് പറയാൻ പറ്റും അല്ലേ. സാഅത്തുൽ ആഷിറ എന്നാണ് 10 മണിക്ക് പറയാം. സാഅത്ത് എന്ന് പറഞ്ഞാൽ മണിക്കൂർ, ആഷിറ എന്ന് പറഞ്ഞാൽ 10 കേട്ടോ. 10 മണി എന്ന് പറയാൻ എങ്ങനെയാണ് പറയുക? സാഅത്തുൽ ആഷിറ എന്നാണ് പറയാം. ബാക്കി ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ടീച്ചർ നിങ്ങൾക്ക് ഓരോരോ സമയത്തിന് നമ്മൾ എങ്ങനെയാണ് അറബിയിൽ പറയേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ നോക്കൂ, നമുക്കവിടെ ചിത്രത്തിൽ ആദ്യം കാണാൻ പറ്റുന്നത് 1 മണിയാണ് ക്ലോക്കിലുള്ളത് അല്ലേ. ചെറിയ സൂചി 1ലും വലിയ സൂചി 12ലുമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര മണിയെന്ന് പറയാൻ പറ്റും? 1 മണിയാണ് സമയം എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ 1 മണി എങ്ങനെ പറയും? അസ്സാഅത്തുൽ വാഹിദ എന്നാണ് പറയാം. ഇങ്ങനെയാണ് അസ്സാഅത്തുൽ വാഹിദ എന്നാണ് പറയുക കേട്ടോ. പിന്നെ അവിടെ തമാമൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും 1 മണി എന്നാണ് പറയുന്നത്. അതായത് കൃത്യം 1 മണി എന്ന് പറയില്ല നമ്മൾ. അതിനാണ് അസ്സാഅത്തുൽ വാഹിദ തമാമൻ എന്ന് പറയുന്നത്. നിങ്ങളവിടെ അസ്സാഅത്തുൽ വാഹിദ എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അവിടെ നോക്കൂ, 2 മണിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ 2 മണി എന്നുള്ളതിന് എങ്ങനെയായിരിക്കും പറയുക? അസ്സാഅത്തു സാനിയ എന്നാണ് പറയുക. മത അസ്സാഅത്തു സാനിയ. നമ്മൾ വാഹിദ് ഇസ്നാനി എന്നൊക്കെ പറയുമല്ലോ, പക്ഷെ അത് എണ്ണം പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വാഹിദ, അതുപോലെ തന്നെ സാനിയ, അതുപോലെ സാലിസ, അങ്ങനെയാണ് നമ്മൾ എണ്ണം പറയാം. അതുകൊണ്ടാണ് ഇവിടെ 2 മണി എന്നുള്ളതിന് അസ്സാഅത്തു സാനിയ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 3 മണിയാകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും പറയുന്നത്? അസ്സാഅത്തു സാലിസ എന്നായിരിക്കും പറയാം. എന്താണ്? സലാസ എന്നുള്ളതിന് എങ്ങനെ മാറ്റണം? സാലിസ എന്നാക്കിയിട്ട് മാറ്റണം. 3 മണി. 4 മണി എന്നുള്ളതോ അസ്സാഅത്തുർ റാബിഅ എന്നായിരിക്കും. പിന്നെ നോക്കൂ, 5 മണി എങ്ങനെ പറയും? നമുക്ക് അസ്സാഅത്തുൽ ഖാമിസ എന്നാണ് പറയാം. എന്താണ് പറയുക? അസ്സാഅത്തുൽ ഖാമിസ. 6 മണിയാകുന്ന സമയത്തോ അസ്സാഅത്തു സാദിസ എന്നാണ് പറയുന്നത്. നമ്മൾ സിത്ത എന്നുള്ളതിന് എന്താക്കി മാറ്റുന്നു? സാദിസ എന്നാക്കി മാറ്റുന്നു അല്ലേ. അതുപോലെ തന്നെ 7 നമ്മൾ സബ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ നമ്മളിവിടെ സമയം പറയുന്ന സമയത്ത് എങ്ങനെയാണ് പറയുക? അസ്സാഅത്തു സാബിഅ എന്നാണ് 7 മണിക്ക് പറയുക. അസ്സാഅത്തു സാബിഅ. 8 മണിയാകുന്ന സമയത്ത് അസ്സാഅത്തു സാമിന. ഇങ്ങനെയാണ് പറയേണ്ടത്. അസ്സാഅത്തു സാമിന എന്നാണ് 8 മണിക്ക് പറയേണ്ടത് കേട്ടോ.
ബാക്കി നോക്കൂ, 9 മണി എന്നുള്ളതിന് അസ്സാഅത്തു താസ്യ എന്നാണ് പറയേണ്ടത്. നമ്മൾ തിസ എന്നാണല്ലോ 9-ന് പറയുക. അതിന് നമ്മൾ എങ്ങനെ മാറ്റണം? താസ്യ എന്നാക്കിയിട്ട് മാറ്റുക. അസ്സാഅത്തു താസ്യ. 10 മണി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അസ്സാഅത്തുൽ ആഷിറ എന്നാണ് പറയുക അല്ലേ. ഇനി 11 മണിക്ക് നമ്മൾ എന്താണ് പറയേണ്ടത്? അസ്സാഅത്തുൽ ഹാദി അഷറ എന്നാണ് പറയുക. അസ്സാഅത്തുൽ ഹാദി അഷറ എന്നാണ് പറയേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ അസ്സാഅത്തു സാനിയത്ത് അഷറ എന്നാണ് 12 മണിക്ക് പറയാം. 11 മണിക്ക് ഹാദിയത്തു അഷറ, 12 മണിയാകുന്ന സമയത്ത് സാനിയത്തു അഷറ. നമ്മൾ നേരത്തെ 2 മണിക്ക് സാത്ത് സാനിയ എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഇവിടെ 12 മണിയാകുന്ന സമയത്ത് എങ്ങനെയാണ്? സാത്തു സാനിയത്തു അഷറ എന്നാണ് പറയേണ്ടത്. നമുക്ക് ഒരു 11:50 എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. ആ ഒരു 11:50 എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സമയം പറയേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കൂ. അപ്പോൾ അറബിയിൽ നമ്മൾ പറയുന്ന സമയത്ത് 12 മണി എന്ന് പറഞ്ഞതിന് ശേഷം അതിൽ നിന്നും 10 മിനിറ്റിനെ കുറച്ചിട്ടാണ് നമ്മൾ അറബിയിൽ സമയം പറയാം. 11:50 എന്ന് പറയുന്ന സമയത്ത് 12 മണിയിൽ നിന്നും എത്ര സമയമാണ് കുറവ് വരുന്നത്? 10 മിനിറ്റാണല്ലോ കുറവ് വരിക. അപ്പോൾ നമ്മൾ 12 മണി എന്ന് പറഞ്ഞതിന് ശേഷം അതിൽ നിന്നും 10 മിനിറ്റിനെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടാണ് പറയാം. ടീച്ചറുടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. അസ്സാഅത്തു സാനിയത്തു അഷറ ഇല്ല അഷറ ദഖായിഖ്. എന്താണ് പറയുന്നത്? 12 മണി. അസ്സാഅത്തു സാനിയത്തു അഷറ 12 മണി ഇല്ല അഷറ ദഖായിഖ്. 10 മിനിറ്റ് അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഒഴിവാക്കുക അല്ലേ. 10 മിനിറ്റ് ഒഴികെ എന്നാണ്. അപ്പോൾ എത്രയായി സമയം? 11:50 അല്ലേ. ഇനി നോക്കൂ, 10:05 എന്നുള്ളതിന് എന്താണ് പറയേണ്ടത്? അസ്സാഅത്തുൽ ആഷിറ വ ഖംസു ദഖായിഖ് എന്നാണ് പറയുക. 10 മണിയും 5 മിനിറ്റും. അതാണല്ലോ 10:05 വരുന്നത്. മിനിറ്റിന് നേരത്തെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ദഖീഖത്ത് എന്നാണ് പറയുക. അതിൻ്റെ ജമ ആണ് ദഖായിഖ് എന്ന് പറയുന്നത്, മിനിറ്റുകൾ എന്നാണ്. 5 മിനിറ്റ് എന്നാവുന്ന സമയത്ത് എങ്ങനെ പറയുക? ഖംസു ദഖായിഖ് എന്നാണ് പറയുക. അപ്പോൾ 10 മണിയും 5 മിനിറ്റും അസ്സാഅത്തുൽ ആഷിറ വ ഖംസു ദഖായിഖ് എന്നാണ് പറയേണ്ടത് കേട്ടോ. പിന്നെ നമുക്കവിടെ 8:15 കൊടുത്തിട്ടുള്ളത്. 8 മണിയും അതുപോലെ തന്നെ 15 മിനിറ്റും. ഇങ്ങനെ നമ്മൾ കാല് എന്നുള്ളതിന്, ക്വാർട്ടർ എന്നുള്ളതിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കൽ റുബ എന്നാണ്. എന്താണ് ഉപയോഗിക്കുക? റുബ എന്നാണ് ഉപയോഗിക്കുക. 4/1 അതാണ് റുബ എന്ന് പറയുന്നത്. അപ്പോൾ അസ്സാഅത്തു സാമിന വ റുബ, 8:15, 8:15 എന്നുള്ളതിന് എങ്ങനെയാണ് പറയുക? അസ്സാഅത്തു സാമിന വ റുബ എന്നാണ് പറയുക കേട്ടോ. റുബ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക 4/1. അപ്പോൾ 12-ൻ്റെ 4/1 3 വരുന്നത് അല്ലേ. അപ്പം അതുകൊണ്ടാണ് അവിടെ റുബ എന്ന് പറയുന്നത് കേട്ടോ. അസ്സാഅത്തു സാമിന വ റുബ എന്നാണ് പറയുക. ഇനി 10:15 എങ്ങനെ പറയും? അസ്സാഅത്തുൽ ആഷിറ വ റുബ എന്ന് പറയും. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നോക്കൂ, നമുക്കവിടെ കൊടുത്തിട്ടുള്ള സമയം നോക്കൂ. 12:45 അല്ലേ. 12 മണിയും 45 മിനിറ്റുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് സമയത്തും നമ്മൾ എങ്ങനെയാണ് സമയം പറയേണ്ടത്? 1 മണി പറഞ്ഞതിന് ശേഷം അതിൽ നിന്നും 15 മിനിറ്റിന് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് പറയുക കേട്ടോ. 1 മണി പറയുക, എന്നിട്ട് അതിൽ നിന്നും 15 മിനിറ്റിന് ഒഴിവാക്കിയിട്ട് പറയുക. മലയാളത്തിലേക്ക് നമ്മൾ സമയം പറയുന്ന സമയത്ത് എങ്ങനെയാണ് പറയുന്നത്? 12:45 അല്ലേ, അല്ലെങ്കിൽ 12:45 എന്നൊക്കെയാണ് പറയുക. പക്ഷേ അറബിയിൽ നമ്മൾ സമയം പറയുന്ന സമയത്ത് ഇങ്ങനെ കുറഞ്ഞ സമയമാണ് വരുന്നത് എങ്കിൽ, അതായത് ഇപ്പോൾ ഒരു മണിയാവാൻ കുറച്ച് സമയമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സമയം പറയേണ്ടത്? ആദ്യം 1 മണി പറയുക, എന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യുക? 15 മിനിറ്റ് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സമയം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കൂ. അസ്സാഅത്തുൽ വാഹിദ ഇല്ല റുബ എന്നാണ് പറയുക. അസ്സാഅത്തുൽ വാഹിദ ഇല്ല റുബ. മനസ്സിലായോ? 1 മണി, അതിൽ നിന്ന് എന്താണ്? 15 മിനിറ്റ് ഇല്ല, 15 മിനിറ്റ് ഒഴികെ 1 മണി. അപ്പോൾ എത്രയായി? 12:45 കേട്ടോ. ഇനി നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ള സമയം നോക്കൂ. 3 മണിയും അതുപോലെ തന്നെ 30 മിനിറ്റും അല്ലെ, 3:30 അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് അറബിയിൽ പറയുക? അസ്സാഅത്തു സാലിസ എന്നാണ് 3 മണിക്ക് പറയുക അല്ലെ. ഇനി 30 മിനിറ്റ് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും? അഥവാ നമുക്കറിയാം 60 മിനിറ്റാണ് ഒരു മണിക്കൂർ അല്ലേ. അതിൻ്റെ പകുതിയാണ് ശരിക്കും 30 മിനിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അറബിയിൽ പറയുന്ന സമയത്ത് ഹാഫ് എന്നുള്ളതിന് നിസ്ഫ് എന്നാണ് ഉപയോഗിക്കുക. മനസ്സിലായോ? അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഹാഫാണല്ലോ 30 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമയം പറയുമ്പോൾ അസ്സാഅത്തു സാലിസ വന്നിസ്ഫ് എന്നാണ് പറയുക. 3:30 എന്നുള്ളതിന് അസ്സാഅത്തു സാലിസ വന്നിസ്ഫ് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ 4:30 ആണെങ്കിൽ അസ്സാഅത്തു റാബിഅ വന്നിസ്ഫ് എന്നാണ് പറയുക. 5:30 ആണെങ്കിലോ അസ്സാഅത്തുൽ ഖാമിസ വന്നിസ്ഫ്.
മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലാണ് നമ്മളെങ്ങനെ പറയേണ്ടത്, ഒരു ഹാഫ് അല്ലേ, ആ ഒരു 30 മിനിറ്റ് എന്നുള്ളതിന് നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുക, നിസ്ഫ് എന്നാണ് ഉപയോഗിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ക്ലോക്കിൽ സാധാരണയായിട്ട് 3 സൂചിയാണ് കാണാൻ പറ്റുന്നത് അല്ലേ. നമ്മുടെ സെക്കൻഡ് സൂചി ഉണ്ടാവും, അതുപോലെ തന്നെ മിനിറ്റ് സൂചി ഉണ്ടാവും, അതുപോലെ മണിക്കൂർ സൂചി. അപ്പോൾ സെക്കൻഡ് എന്നുള്ളതിന് സാനിയ എന്നാണ് ഉപയോഗിക്കുക. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് എന്നുള്ളതിന് എന്താണ് നമ്മൾ സാനിയ, അപ്പോൾ നമ്മൾ സാനിയത്ത് എന്നാണ് ആ ഒരു സെക്കൻഡ് സൂചിക്ക് പറയുന്നത്. അതുപോലെ ദഖീഖത്ത് ടീച്ചർ നേരത്തെ പറഞ്ഞതാണ്, മിനിറ്റിന് എന്താണ് പറയുക, ദഖീഖ എന്നാണ് പറയുക. അപ്പോൾ അക്റബ് ദഖീഖ അല്ലേ, അതുപോലെ തന്നെ അക്റബ് സാനിയ എന്നാണ് പറയേണ്ടത് കേട്ടോ. സെക്കൻഡ് സൂചി, അതുപോലെ അക്റബ് ദഖീഖ മിനിറ്റ് സൂചി, അതുപോലെ തന്നെ അക്റബ് സാഅത്ത് എന്ന് പറഞ്ഞാൽ മണിക്കൂർ. അപ്പം അക്റബ് മണിക്കൂർ സൂചി കേട്ടോ. അപ്പോൾ അത് നിങ്ങളവിടെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ടീച്ചറുടെ ആ ഒരു വോയിസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ആ ഒരു ഭാഗം ക്ലിയർ ആയിക്കോളും. ഈ ഒരു ഭാഗം നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 1 മണി മുതൽ 12 മണി വരെ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്, അതുപോലെ തന്നെ കാല് അല്ലെ 15 മിനിറ്റിന് നമ്മൾ എന്താണ് പറയുക, അതുപോലെ 20 മിനിറ്റ്, അതുപോലെ തന്നെ അരമണിക്കൂർ, ഇതിനെല്ലാം എന്താണ് നമ്മൾ സാധാരണ അറബിയിൽ ഉപയോഗിക്കുന്നത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇൻഷാല്ലാ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പാഠഭാഗത്തിൽ വന്നിട്ടുള്ള ബാക്കി ഭാഗം നോക്കാം. ഹയ്യ നലബിത്തുൽ ഔഖാത്ത്, നമുക്ക് സമയങ്ങളെ ക്രമീകരിക്കാമെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, അസാഅത്തുൽ വാഹിദ അല്ലെ, 1 മണിയാണ് നിങ്ങൾ അവിടെ വരച്ചു കൊടുക്കേണ്ടത്. 1 മണി എന്ന് പറയുന്ന സമയത്ത് മണിക്കൂർ സൂചി എവിടെയായിരിക്കും വരുന്നത്, 1ൻ്റെ നേരെ ആയിരിക്കും. അതുപോലെ തന്നെ മിനിറ്റ് സൂചി 12ന് നേരെ ആയിരിക്കും അല്ലേ. ആ ഒരു ചെറിയ സൂചി 1ൻ്റെ നേരെയും വലിയ സൂചി 12ന് നേരെയുമായിട്ടാണ് നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടത്. അതുപോലെ അസാഅത്തു സാനിയ അല്ലേ, 2 മണിയാകുന്ന സമയത്ത് മണിക്കൂർ സൂചി എവിടെയാണ്, 2ൻ്റെ നേരെ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മിനിറ്റ് സൂചി 12ൻ്റെ നേരെയായിരിക്കും വരുന്നത്. 3 മണിയാകുന്ന സമയത്ത് അസ്സാഅത്തു സാലിസ അല്ലെ, 3 മണിയാണ്. 3 മണിയാവുന്ന സമയത്ത് മണിക്കൂർ സൂചി 3ൻ്റെ നേരെയും മിനിറ്റ് സൂചി 12ൻ്റെ ഷാർപ്പ് 12ലുമായിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി താഴെ വരുന്നത് നോക്കൂ, അവിടെ എത്ര മണിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, 4 മണിയാണ് അല്ലേ. അസ്സാഅത്തു റാബിയ എന്നാണ് 4 മണിക്ക് പറയാം. ടീച്ചർ പറഞ്ഞതെന്താണല്ലോ, എന്താണ് പറയേണ്ടത്, അസ്സാഅത്തു റാബിയ. നിങ്ങളവിടെ നോക്ക്, മിനിറ്റ് സൂചി എവിടെയാണ് 12ൽ, മണിക്കൂർ സൂചി 4ലുമാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് സാഅത്തു റാബിയ. അടുത്തത് 6 മണിയാണ്. എങ്ങനെ പറയാം, അസ്സാഅത്തു സാദിസ അല്ലേ, 6 മണി. അസ്സാഅത്തു സാദിസ 5 മണി. അസ്സാഅത്തുൽ ഖാമിസ. ഇങ്ങനെയാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഇനി ഇസ്തൈഖലതു മിനൻ നൗമി ഫിസ്സാഅത്തി ഡേഷ് എന്നാണ്. അപ്പോൾ ഇസ്തൈഖലതു മിനൻ നൗമി, ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ഫിസ്സാഅത്തി സമയമാണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. എത്ര മണിക്കാണ്, 5 മണിക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിസ്സാഅത്തിൽ ഖാമിസ എന്ന് എഴുതാം. 6 മണിയാണെങ്കിൽ ഫിസ്സാഅത്തിൽ സാദിസ എന്ന് കൊടുക്കാം. അപ്പോൾ ടീച്ചറോട് 5 മണി എന്നുള്ള നിലക്ക് ഫിസ്സാഅത്തിൽ ഖാമിസ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലോക്കിൽ എങ്ങനെ വരച്ചു കൊടുക്കാം, 5ന് നേരെയായിട്ടായിരിക്കും നമ്മുടെ ആ ഒരു മണിക്കൂർ സൂചി, ആ ഒരു ചെറിയ സൂചി വരുന്നത്. മിനിറ്റിൻ്റെ സൂചി 12ന് നേരെയായിരിക്കും. ടീച്ചറുടെ വരച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. 5 മണിക്ക് എഴുന്നേറ്റു അല്ലേ. ഇനി നോക്കൂ, ഖറജ്തു ഇലൽ മദ്രസത്തി, ഞാൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു. ഫിസ്സാഅത്തി ഡേഷ്, എത്ര മണിക്കാണ് നിങ്ങൾ സ്കൂളിലേക്ക് പുറപ്പെടുക, ടീച്ചറുടെ 9 മണിക്ക് എന്നാണ് കൊടുക്കുന്നത്. ഫിസ്സാഅത്തി താസ്യ എന്നാണ് കൊടുക്കുന്നത്. ഖറജ്തു ഇലൽ മദ്രസത്തി ഫിസ്സാഅത്തി താസ്യ. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു ക്ലോക്കിൽ വരച്ചു കൊടുക്കും കൂടെ വേണം കേട്ടോ. പിന്നെ റജാത്തു മിനൽ മദ്രസത്തി, ഞാൻ സ്കൂളിൽ നിന്നും മടങ്ങി. മടങ്ങി. റജാത്തു ഞാൻ മടങ്ങി. മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്നും. ഫിസ്സാഅത്തി എപ്പോഴാണ് മടങ്ങുന്നത്, ഫിസ്സാഅത്തി റാബിയ അല്ലെ, 4 മണിക്ക് ഞാൻ സ്കൂളിൽ നിന്നും മടങ്ങി. അപ്പോൾ എന്തെഴുതാം, ഫിസ്സാഅത്തി റാബിയ എന്ന് എഴുതാം. അതോടൊപ്പം തന്നെ ക്ലോക്കിൽ വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ താഴെ എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 4 മണിക്ക് സ്കൂളിൽ നിന്നും മടങ്ങിയല്ലേ, ഞാൻ 5 മണിക്ക് വീട്ടിലെത്തി. നമുക്കെങ്ങനെ പറയാം, വസ്വൽത്തു ഫിൽ ബൈത്തി. വസ്വൽത്തു ഫിൽ ബൈത്തി ഫിസ്സാഅത്തിൽ ഖാമിസ. വസ്വൽത്തു ഫിൽ ബൈത്തി, ഞാൻ വീട്ടിലെത്തി. ഫിസ്സാഅത്തിൽ ഖാമിസ 5 മണിക്ക്. 5:30 ഞാൻ ഗ്രൗണ്ടിൽ കളിച്ചു. നമുക്കെങ്ങനെ പറയാം, ലഅബ്തു ഫിൽ മൈദാനി ഫിസ്സാഅത്തിൽ ഖാമിസ വന്നിസ്ഫ്.
എങ്ങനെ പറയാം? ലഅബ്തു ഫിൽ മൈദാൻ, ഞാൻ ഗ്രൗണ്ടിൽ കളിച്ചു. ഫിസ്സാഅത്തിൽ ഖാമിസ വന്നിസ്ഫ്, 5:30. ടീച്ചർ നേരത്തെ പറഞ്ഞതാണ് 30 അല്ലെ, നമ്മളെങ്ങനെ പറയാം? നിസ്ഫ് എന്നാണ് പറയേണ്ടത് കേട്ടോ, ആ ഒരു ഹാഫ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് ലഅബ്തു ഫിൽ മൈദാനി ഫിസ്സാഅത്തിൽ ഖാമിസ വന്നിസ്ഫ് എന്ന് പറയാം. എൻ്റെ പാഠഭാഗങ്ങളെല്ലാം ഞാൻ 8 മണിക്ക് വായിച്ചു. എങ്ങനെ പറയാം? ഖറഅത്തു ദുറൂസ ഫിസ്സാഅത്തി സാമിന. ഖറഅത്തു ദുറൂസ, ഞാൻ പാഠങ്ങൾ വായിച്ചു. ഫിസ്സാഅത്തി സാമിന, 8 മണിക്ക്. 10 മണിക്ക് ഞാൻ കിടന്നുറങ്ങി. നിംതു അല്ലെ, നിംതു, നാമ എന്ന് പറഞ്ഞാൽ ഉറങ്ങി, നിംതു എന്നാണ് പറയാം ഞാൻ ഉറങ്ങി എന്ന് കേട്ടോ. നിംതു ഫിസ്സാഅത്തിൽ ആഷിറ, 10 മണിക്ക് ഞാൻ ഉറങ്ങി. നിംതു ഫിസ്സാഅത്തിൽ ആഷിറ, 10 മണിക്ക് ഞാൻ ഉറങ്ങി എന്നാണ്. ടീച്ചർ ഇവിടെ പറഞ്ഞ അതേ സെൻറ്റൻസുകൾ തന്നെ നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്കറിയാവുന്ന മറ്റു സെൻറ്റൻസുകളൊക്കെ എഴുതാം. ഇനി നമുക്ക് എന്താണ് അടുത്തതായിട്ട് വരുന്നത് എന്ന് നോക്കൂ. ഹലർ നിലുവാനും ഫി മക്തബിൽ മർക്കസി ബി ഷഹാദാതിഹി വജരത്തിൽ മുഖാബല ബൈനഹു വ ബൈന മുദീർ ഖിസ്മി തൗലീഫ്. എന്താണ് ഇവിടെ പറയുന്നത്? ഹലർ റിലുവാൻ പ്രസൻറ്റായി അല്ലേ, റിലുവാൻ എത്തി. ഫി മക്തബി അൽ മർക്കസ്, എവിടെയാണ് എത്തിയത്? ആ ഒരു സെൻറ്ററിൻ്റെ ഓഫീസിൽ. മക്തബിൽ മർക്കസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൻ്റെ ഓഫീസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സെൻറ്ററിൻ്റെ ഓഫീസിൽ റിലുവാൻ എത്തി. ബി ഷഹാദാത്തിഹി, എന്തും കൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട്. ഷഹാദാത്ത് സർട്ടിഫിക്കറ്റുകളാണ്. റിലുവാൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് അദ്ദേഹം ആ ഒരു ഓഫീസിലെത്തി. അങ്ങനെ വജറത്തിൽ മുഖാബല, മുഖാബല മത ഇൻ്റർവ്യൂ കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഇൻ്റർവ്യൂ നടന്നു എന്നാണ്. ബൈനഹു വ ബൈന മുദീർ ഖിസ്മി തൗലീഫ്, അദ്ദേഹത്തിനും റിലുവാനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡയറക്ടർ, അതാണ് മുദീർ ഖിസ്മി തൗലീഫ് എന്ന് പറയുന്നത്. ആ ഒരു ജോലിയിലേക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന, അതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഡയറക്ടർക്കിടയിലും ഒരു മുഖാബല, ഒരു ഇൻ്റർവ്യൂ നടന്നു എന്നാണ്. നമുക്കറിയാം, ഒരു ജോലിക്ക് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, അതിന് ശേഷമാണ് നമ്മളെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ റിലുവാൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. അപ്പോൾ അവിടെ താഴെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇൻ്റർവ്യൂ ആണ്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. റിലുവാൻ സ്വബാഹൽ ഖൈർ അല്ലേ, എന്താണ് പറയുന്നത്? ഗുഡ് മോർണിംഗ് അല്ലേ, സ്വബാഹൽ ഖൈർ. അൽ മുവല്ലഫ്, അപ്പോൾ ആ ഒരു ജോലിക്കാരൻ, ആ ഒരു ഉദ്യോഗസ്ഥൻ പറയാണ്. മുവല്ലഫ് എന്ന് പറഞ്ഞാൽ ഓഫീസറാണ് കേട്ടോ, ഉദ്യോഗസ്ഥൻ. സ്വബാഹൻ നൂർ, ഗുഡ് മോർണിംഗ് അല്ലേ. തഫല്ലൽ വസ്തരിഹ്, തഫല്ലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വരൂ എന്നാണ്. തഫല്ലൽ വരൂ. വസ്തരിഹ് എന്ന് പറഞ്ഞാൽ ഇരിക്കൂ എന്നാണ് കേട്ടോ. നിങ്ങളിവിടെ വന്ന് ഇരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ റിലുവാൻ എന്താ പറയുന്നത്? ശുക്രൻ അല്ലേ, താങ്ക് യു. മുവല്ലഫ്, അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഓഫീസർ പറയാണ്. അരിഫ് ബിൻ അഫ്സിഖ്. അരിഫ് ബിൻ അഫ്സിഖ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ സ്വയം എന്ത് ചെയ്യുക? പരിചയപ്പെടുത്തുക. അതാണ് അരിഫ് ബിൻ അഫ്സിഖ് എന്ന് പറഞ്ഞാൽ, നീ നിന്നെ പരിചയപ്പെടുത്തൂ എന്നാണ്. റിലുവാൻ പറയുന്നത് എന്താണ്? ഇസ്മി റിലുവാൻ, എൻ്റെ പേരെന്താണ്? റിലുവാൻ എന്നാണ്. അഅമലു അൽ ആൻ ഫി ശരിക്കത്തിൻ ഖാസ. അഅമലു അൽ ആൻ, ഇപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫി ശരിക്കത്തിൻ ഖാസ, ഒരു പ്രത്യേക കമ്പനിയിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കമാന കമ്പനി എന്നാണ്. ഒരു സ്പെഷ്യൽ കമ്പനിയിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ മുവല്ലഫ്, ആ ഒരു ഓഫീസർ ചോദിക്കുകയാണ്. മാ ജിൻസിയത്തുക്, നിൻ്റെ നാഷണാലിറ്റി ഏതാണ്? ഏത് രാജ്യക്കാരനാണ് നീ എന്നാണ്. മാ ജിൻസിയത്തുക്, നിൻ്റെ നാഷണാലിറ്റി അല്ലേ, ഏത് രാജ്യക്കാരനാണ് നീ എന്നാണ് ചോദിക്കുന്നത്. റിലുവാൻ പറയുന്ന മറുപടി എന്താണ്? അനഹിന്ദി. എന്താണ്? അനഹിന്ദി, ഞാൻ ആരാണ്? ഇന്ത്യക്കാരനാണ്. അൽ മുവല്ലഫ്, വീണ്ടും ആ ഓഫീസർ ചോദിക്കുകയാണ്. കം ഉംറുക്, നിൻ്റെ വയസ്സ് എത്രയാണ്? നിനക്ക് എത്ര വയസ്സായിട്ടുണ്ട് എന്നാണ്. റിലുവാൻ എന്താണ് പറയുന്നത്? ഖംസത്തും വ ഇശ്റൂൻ, 25 വയസ്സ് അല്ലേ. എത്രയാണ്? ഖംസത്തും വ ഇശ്റൂൻ, 25 വയസ്സാണ്. വീണ്ടും ഓഫീസർ ചോദിക്കുകയാണ്. അൽ മുവല്ലഫ് വമാ മുഅഹിലാത്തുക്. മുഅഹിലാത്ത് ക്വാളിഫിക്കേഷൻസ് ആണ് കേട്ടോ. നിൻ്റെ ക്വാളിഫിക്കേഷൻസുകൾ എന്തൊക്കെയാണ്? നിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. റിലുവാൻ പറയുന്ന മറുപടി നോക്കൂ. ഹസ്സൽതു അലാ ബക്കാലിയൂരിയൂസ് മിൻ ജാമിയത്ത് കാലിക്കോട്ട്. ഹസ്സൽതു അലാ ബക്കാലിയൂരിയൂസ്, ബക്കാലിയൂരിയൂസ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഡിഗ്രിയാണ്. ഞാൻ എൻ്റെ ഡിഗ്രി കരസ്ഥമാക്കിയത് മിൻ ജാമിയത്ത് കാലിക്കോട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ജാമിയത്ത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ്
യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഞാൻ എൻ്റെ ഡിഗ്രി എൻ്റെ ഗ്രാജുവേഷൻ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ്. അൽ മുവല്ലഫ് വീണ്ടും ഓഫീസർ ചോദിക്കുകയാണ്, അൽ ഇൻദക ഖിബ്ര നിനക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. ഹൽ ഇൻദക ഖിബ്ര എന്ന് പറഞ്ഞാൽ നിനക്ക് എക്സ്പീരിയൻസ് വല്ലതുമുണ്ടോ എന്നാണ്. റിളുവാൻ നാം അതെ അല്ല എനിക്കുണ്ട്. സെനറ്റാനി 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അൽ മുവല്ലഫ് അപ്പോൾ ഒരു ഓഫീസർ പറയാണ്, സനത്ത് തെസ്ലുബിക്കൽ ലാഹിക്കൻ ഞങ്ങൾ എന്ത് ചെയ്യാം നിന്നോട് കോണ്ടാക്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ. സനത്ത് തെസ്ലുബിക്കൽ ലാഹിക്കൻ ലാഹിക് എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ് കേട്ടോ. ലേറ്റർ എന്ന് പറയാനാണ് ലാഹിക് എന്ന് ഉപയോഗിക്കും. ഞങ്ങൾ പിന്നീട് നീയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാമെന്നാണ്. റിളുവാൻ ശുക്രൻ അല്ല താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻ്റർവ്യൂ അവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മൾ ജോലിക്കൊക്കെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ റിളുവാനോട് അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഒരാൾ പറയാണ് അരിഫ് നഫ്സക് നീ നിന്നെ സെൽഫ് ഇൻട്രഡക്ഷൻ നടത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താണ് പറയേണ്ടത്, നിങ്ങളുടെ പേരാണ് പറയേണ്ടത്. അപ്പം ഇസ്മി മുഹമ്മദ് അല്ലേ, അല്ലെങ്കിൽ ഇസ്മി സാലിം, എൻ്റെ പേര് ഇസ്മി ജവാദ്, എൻ്റെ പേര് സാലിമാണ് അല്ലെങ്കിൽ ജവാദ് ആണ് എന്നൊക്കെ പറയണം. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അല്ലെ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പറയാം. ഇൻഷാ അല്ലാ അത് നമ്മുടെ ഓരോ ജോലിക്കും അനുസരിച്ച് അതിൽ മാറ്റം വരും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഒരു ബാക്കി ഭാഗം എന്താണ് എന്ന് നോക്കൂ. നുക്മിലുൽ ജുമല ബിൽ കെലിമാത്തിൽ മുനാസിബാലി സുവരി. നുക്മിലുൽ ജുമല അവിടെ താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ പൂർത്തിയാക്കാമെന്നാണ്. ബിൽ കെലിമാത്തിൽ മുനാസിബ യോജിച്ച പദങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് ലിസുവരി താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾക്ക് യോജിച്ച് വരുന്ന വാക്കുകൾ വെച്ച് കൊടുത്തുകൊണ്ട് ആ ഒരു സെൻറ്റൻസ് പൂർത്തിയാക്കാമെന്നാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ നോക്കൂ. അൽ ഹാസൂബ് അല്ലെ, ഹാസൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടറാണ് കേട്ടോ. അൽ മിജ്റഫ എന്താണ് മിജ്റഫ എന്ന് പറഞ്ഞാൽ തൂമ്പയാണ് കേട്ടോ. തൂമ്പ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പം ഞങ്ങൾ കൃഷ്ണ നാട്ടിലൊക്കെ ആണെങ്കിൽ കൈക്കോട്ട് എന്നാണ് പറയുക. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മണ്ണിങ്ങനെ മാന്താൻ വേണ്ടിയിട്ട് മണ്ണിങ്ങനെ വാരിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുമല്ലോ, കോരിയെടുക്കാൻ, അതിനാണ് നമ്മൾ മിജ്റഫ എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് അതിന് പറയുക എന്നും കൂടെ നിങ്ങൾ കമൻ്റായിട്ട് പറയൂ കേട്ടോ. അതോടൊപ്പം തന്നെ അൽ മിൻഷാറുൽ കഹ്റബായി അതാണ് മൂന്നാമത്തെ കൊടുത്തിട്ടുള്ളത്. എന്താണ് മിൻഷാറുൽ കഹ്റബായി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കട്ടറാണ് കേട്ടോ. ഇപ്പോൾ മരമൊക്കെ നമ്മൾ മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു വാളുണ്ടല്ലോ, ഈർച്ച വാൾ, അപ്പോൾ കറണ്ടിൻ്റെ ആ ഒരു വാളിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മിൻഷാറുൽ കഹ്റബായി എന്ന് പറയുന്നതും. അടുത്തത് ഷാക്കൂഷ് എന്നാണ് അല്ലേ. ഷാക്കൂഷ് എന്ന് പറഞ്ഞാൽ ചുറ്റികയാണ്. ഷാക്കൂഷ് ചുറ്റിക. അതുപോലെ സമ്മാത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റെതസ്കോപ്പിനാണ് ഇവിടെ സമാഅത്ത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇയർഫോണ് അതുപോലെ തന്നെ ഹെഡ്ഫോണ് ഇതിനെല്ലാം അറബിയിൽ നമ്മൾ സമാഅത്ത് എന്ന് തന്നെ ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ സമാഅത്ത് തൊബീബാവുന്ന സമയത്ത് സ്റ്റെതസ്കോപ്പിനാണ് പറയുന്നത് കേട്ടോ. ഡോക്ടർമാരൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമുണ്ടല്ലോ, അതിനാണ് നമ്മൾ സമാഅത്ത് എന്ന് പറയുന്നത്. ഇനി താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കൂ. അപ്പോൾ അതിൽ ഓരോ ചിത്രത്തിനും യോജിച്ച് വരുന്നത് ഏതാണെന്ന് നമ്മളവിടെ എഴുതി കൊടുക്കണം. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. യസ്തഖ്ദിമുൻ നജ്ജാറു. നജ്ജാർ ആരാണ്, ആശാരിയാണ് അല്ലേ, ഒരു കാർപ്പൻറ്റർ. അദ്ദേഹം ബി എന്നാണ്. എന്താണ് ഒരു ആശാരി ഉപയോഗിക്കുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട് നോക്കൂ. ഷാക്കൂഷാണ് അല്ലേ, മഴുവാണ്. അപ്പോൾ യസ്തഖ്ദിമുൻ നജ്ജാറു ബി ഷാക്കൂഷ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. അവിടെ നമുക്ക് ഷാക്കൂഷ് എന്ന് എഴുതാം. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ. യസ്തഖ്ദിമു ത്വബീബ് ഒരു ഡോക്ടർ ഉപയോഗിക്കുന്നത് എന്താണ്, ബിസ്സമ്മാഅത്താണ് അല്ലേ, സ്റ്റെതസ്കോപ്പ് ബിസ്സമ്മാ എന്ന് എഴുതിയാൽ മതി. അതുപോലെ യസ്തഖ്ദിമുൽ ഹത്തോബ്. ഹത്തോബ് ആരാണ്, വിറകുണ്ടാക്കുന്ന ആൾ, അതാണ് ഹത്തോബ് എന്ന് പറയുന്നത്. ഒരു വിറക് കീറുന്ന വ്യക്തി, അദ്ദേഹം ഉപയോഗിക്കുന്നത് ഏതാണ്, ബി മിൻഷാറുൽ കഹ്റബായി എന്നാണ് അല്ലേ. ഇലക്ട്രിക് ആ ഒരു കറണ്ടിന് ഉപയോഗിക്കുന്ന മിൻഷാറാണ്, ആ ഒരു ഈർച്ച വാള്, അതാണ് മിൻഷാറുൽ കഹ്റബായി എന്ന് പറയുന്നത്. അപ്പോൾ യസ്തഖ്ദിമുൽ ഹത്തോബു ബി മിൻഷാറിൽ കഹ്റബായി എന്ന് എഴുതിയാൽ മതിയേ. യസ്തഖ്ദിമുൽ മുസമ്മിം ആരാണ്, മുസമ്മിം എന്ന് പറയുന്നത് ഒരു ഡിസൈനറാണ്. മുസമ്മിം എന്ന് പറഞ്ഞാൽ ഡിസൈനർ. ബി ഡാഷ് എന്നാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഒരു ഡിസൈനർ ഡിസൈൻ ചെയ്യുന്നത്, അവിടെ എന്താണ് ചിത്രം കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കൂ. കമ്പ്യൂട്ടറിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം, ബിൽ ഹാസൂബ് എന്ന് എഴുതാം കേട്ടോ. എന്താണ് എഴുതേണ്ടത്, ബിൽ ഹാസൂബ് എന്ന് എഴുതാം. താഴെ നോക്കൂ. യസ്തഖ്ദിമുൽ മുസാരിയോ ഒരു കർഷകൻ ഉപയോഗിക്കുന്നു ബി ഡാഷ് ബിൽ മിജ്റഫത്ത് എന്നാണ് അല്ലേ. ബിൽ മിജ്റഫത്തി എന്താണ് മിജ്റഫത്ത്, തൂമ്പ. ഋഷി നേരത്തെ പറഞ്ഞതാണല്ലോ. അപ്പോൾ ബിൽ മിജ്റഫത്തി കർഷകൻ തൂമ്പ ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാത്തിനും ഉത്തരം മനസ്സിലായല്ലോ.
താഴെ നമുക്ക് ഒരു അൻഷിത്തം കൂടെ വരുന്നുണ്ട്, ഒരു ആക്ടിവിറ്റിയും കൂടെ. നുത്തർജിമുൽ ജുമല താലിയ ഇലൽ ഇൻജിലീസിയ കെമാഫിൽ മിസാൽ. താഴെ കൊടുത്തിട്ടുള്ളതായ സെൻറ്റൻസുകളെ നമുക്ക് നുത്തർജിമു എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നാണ്, പരിഭാഷപ്പെടുത്താം. ഇലൽ ഇൻജിലീസിയ, ഇംഗ്ലീഷിലേക്ക് താഴെ കൊടുത്തിട്ടുള്ളതായ സെൻറ്റൻസുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നാണ്. കമാഫിൽ മിസാലി, ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ. അപ്പോൾ അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ടെന്ന് നോക്കൂ. സനത്തു സുലുബിക്കൽ ലാഹിക്കൻ, അല്ലേ? അതിൻ്റെ ഒരു മീനിങ് എന്താണ് കൊടുത്തിട്ടുള്ളത്? വി വിൽ കോണ്ടാക്ട് യു ലേറ്റർ എന്നാണ്. ഞങ്ങൾ നിങ്ങളുമായിട്ട് പിന്നീട് കോണ്ടാക്ട് ചെയ്യും എന്നാണല്ലോ. അപ്പം ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള സെൻറ്റൻസുകളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് വേണ്ടത്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. അന ഹിന്ദി എന്നാണ്, അല്ലേ? ഞാൻ ഇന്ത്യക്കാരനാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞാൻ എന്നുള്ളതിന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയേണ്ടത്? അയാം എന്നാണ്, അല്ലേ? അയാം ഇന്ത്യൻ. എന്താണ് പറയേണ്ടത്? അയാം ഇന്ത്യൻ എന്നാണ് പറയാം കേട്ടോ. ഞാൻ ഇന്ത്യക്കാരനാണ്. ബൈത്തി ഫി തിരുവനന്തപുരം, എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. എൻ്റെ വീട് എങ്ങനെ പറയാം നമുക്ക് ഇംഗ്ലീഷിൽ? മൈ ഹൗസ്, അല്ലേ? മൈ ഹൗസ് ഇൻ തിരുവനന്തപുരം. മൈ ഹൗസ് ഇൻ തിരുവനന്തപുരം എന്നാണ് പറയാം കേട്ടോ. മാ ഉംറുഖ്, ഹൗ ഓൾഡ് ആർ യു എന്നാണ്. മാ ഉംറുഖ്, ഹൗ ഓൾഡ് ആർ യു എന്നാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഹൽ ഇൻദക ഖിബ്റ, നിനക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്, അല്ലേ? നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം? ഡു യു ഹാവ് എക്സ്പീരിയൻസ് എന്നാണ് ചോദിക്കുക. എന്താണ് ചോദിക്കേണ്ടത്? ഡു യു ഹാവ് എക്സ്പീരിയൻസ് എന്നാണ് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ടീച്ചറുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.